ഗുഡ് ഈവനിങ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഫാദർ ഓഫ് കേരള റിനൈസൻസ് എന്നറിയപ്പെടുന്ന ശ്രീനാരായണ ഗുരുവിനെ പറ്റിയിട്ടാണ്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ശ്രീനാരായണ ഗുരുവിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത് 1856 മുതൽ 1928 വരെയാണ്. അദ്ദേഹം തിരുവനന്തപുരം ജില്ലയിലെ ചെമ്പഴന്തി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് ജനിക്കുന്നത്. നാണു ആശാൻ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ റിയൽ നെയിം, അതായത് നാണു എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒറിജിനൽ നെയിം. അദ്ദേഹത്തെ ദ സെക്കൻഡ് ബുദ്ധ എന്ന് അറിയപ്പെട്ടിരുന്നു. അങ്ങനെ ഒരു സെക്കൻഡ് ബുദ്ധ എന്ന് അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത് ജി ശങ്കരക്കുറുപ്പായിരുന്നു. ശ്രീനാരായണ ഗുരുവിൻ്റെ വീടിൻ്റെ പേര് വയൽ വാരം വീട് എന്നായിരുന്നു. സ്കൂൾ അലോങ് വിത്ത് എ ടെമ്പിൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആശയം മുന്നോട്ട് കൊണ്ടുവന്ന വ്യക്തിയായിരുന്നു ശ്രീനാരായണ ഗുരു. അദ്ദേഹവുമായി റിലേറ്റ് ചെയ്തതാണ് 5 തെങ്ങ് സ്കൂൾ എന്ന് പറയുന്നത്. അദ്ദേഹം 1887 അരുവിപ്പുറം ശിവക്ഷേത്രം സ്ഥാപിച്ചു. വർഷം ഇമ്പോർട്ടൻ്റ് ആണ്. 1887 അരുവിപ്പുറം ശിവക്ഷേത്രം സ്ഥാപിച്ചു. പിന്നെ നെക്സ്റ്റ് ഇയറിൽ, അതായത് 1888 അദ്ദേഹം അവിടെ ശിവപ്രതിഷ്ഠ ചെയ്തു. 1887 അരുവിപ്പുറം ശിവക്ഷേത്രം സ്ഥാപിച്ചു ആൻഡ് 1888 അവിടെ ശിവപ്രതിഷ്ഠ നടത്തി. പിന്നീട് 1898 വാവൂട്ട് യോഗം അല്ലെങ്കിൽ അരുവിപ്പുറം ക്ഷേത്രയോഗം നടത്തി. പിന്നീട് 1903 SNDP രൂപീകരിച്ചു. ഈ ഒരു വാവൂട്ട് യോഗമാണ് SNDPൻ്റെ ആദ്യ നാമം എന്ന് പറയുന്നത്. ഈ ഒരു വാവൂട്ട് യോഗമാണ്. SNDPൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് കൊല്ലത്താണ്. അതിൻ്റെ ഫസ്റ്റ് പ്രസിഡന്റ് അല്ലെങ്കിൽ ലൈഫ് ലോങ് ചെയർമാൻ അല്ലെങ്കിൽ ഫൗണ്ടർ എന്നൊക്കെ പറയുന്നത് ശ്രീനാരായണ ഗുരു തന്നെയാണ്. 1903 ഈ ഒരു SNDP രൂപീകരിച്ചത്. SNDPയുടെ മുഖപത്രം അല്ലെങ്കിൽ മൗത്ത് പീസ് ആണ് വിവേകോദയം എന്നുള്ളത്. ഈ വിവേകോദയം ഫൗണ്ട് ചെയ്തത് കുമാരനാശാനാണ് ആൻഡ് അതിൻ്റെ ഫസ്റ്റ് എഡിറ്റർ എന്ന് പറയുന്നത് M. ഗോവിന്ദനാണ്. ഈ വിവേകോദയത്തെ ഈഴവ ഗസറ്റ് എന്നുകൂടി വിളിക്കുന്നുണ്ട്. വിവേകോദയം ഒരു മലയാളം ലിറ്റററി ജേണലാണ്. ഈ ഒരു വാവൂട്ട് യോഗമാണ് SNDPൻ്റെ ആദ്യ നാമം എന്ന് പറയുന്നത്. ഈ ഒരു വാവൂട്ട് യോഗമാണ്. SNDPൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് കൊല്ലത്താണ്. ഈ ഒരു SNDPയുടെ ഫുൾ ഫോം എന്ന് പറയുന്നത് ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം എന്നാണ്. ഇത് 1903 മെയ് 15 രൂപീകരിക്കുന്നത്. SNDPയുടെ ഫൗണ്ടർ, ഫസ്റ്റ് പ്രസിഡന്റ്, ലൈഫ് ലോങ് ചെയർമാൻ എന്നൊക്കെ പറയുന്നത് ശ്രീനാരായണ ഗുരു തന്നെയാണ്. ആൻഡ് ഇതിൻ്റെ ഫസ്റ്റ് സെക്രട്ടറി എന്ന് പറയുന്നത് കുമാരനാശാനാണ്. അതുപോലെ ഫസ്റ്റ് വൈസ് പ്രസിഡന്റ് എന്ന് പറയുന്നത് ഡോക്ടർ പൽപ്പു ആണ്. വാവൂട്ട് യോഗം എന്നായിരുന്നു ഈ ഒരു SNDPയുടെ ആദ്യ നാമം, അല്ലെങ്കിൽ ആ ഒരു വാവൂട്ട് യോഗത്തിൽ നിന്നാണ് SNDP ആയി മാറിയത്. ഇപ്പോഴത്തെ SNDPയുടെ മൗത്ത് പീസ് എന്ന് പറയുന്നത് വിവേകോദയമാണ്. പിന്നെ നമ്മൾ SNGനെ കുറിച്ച് പറയുന്ന സമയത്ത് ഓർക്കേണ്ടതാണ്, അദ്ദേഹം 1904 ശിവഗിരി മഠ് അല്ലെങ്കിൽ ശിവഗിരി മഠം ഫൗണ്ട് ചെയ്തിട്ടുണ്ട്. അതൊരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്. ഇയർ ഓർത്ത് വെക്കണം, 1904. പിന്നെ 1913 അദ്ദേഹം ആലുവ അദ്വൈത ആശ്രമം ഫൗണ്ട് ചെയ്തിട്ടുണ്ട്. എന്താണ് ആലുവ അദ്വൈത ആശ്രമം? 1913. പിന്നെ 1924 അദ്ദേഹം ആലുവ സർവമത സമ്മേളനം നടത്തിയിട്ടുണ്ട്. അദ്ദേഹം 2 തവണ ശ്രീലങ്കയിൽ വിസിറ്റ് ചെയ്തിട്ടുണ്ട്, 1918 1926. പിന്നെ അദ്ദേഹത്തിനെ പറ്റിയുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ അച്ചടിക്കപ്പെട്ട ആദ്യ മലയാളിയാണ് ശ്രീനാരായണ ഗുരു. ഓർത്തു വയ്ക്കുക, ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ അച്ചടിക്കപ്പെട്ട ആദ്യ മലയാളി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ശ്രീനാരായണ ഗുരുവാണ്. അതുപോലെ തന്നെ ശ്രീലങ്കൻ പോസ്റ്റൽ സ്റ്റാമ്പിൽ അപ്പിയർ ചെയ്ത ഫസ്റ്റ് മലയാളിയും ശ്രീനാരായണ ഗുരു തന്നെയാണ്. അതുപോലെ കോയിനിൽ, അതായത് ഇന്ത്യൻ കോയിനിൽ അച്ചടിക്കപ്പെട്ട
ആദ്യ മലയാളിയും ശ്രീനാരായണ ഗുരുവാണ്. 3 ഫാക്ടർ ഓർത്ത് വയ്ക്കുക. ഒന്ന്, ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ അച്ചടിക്കപ്പെട്ട ആദ്യ മലയാളി. പിന്നെ ശ്രീലങ്കൻ പോസ്റ്റൽ സ്റ്റാമ്പിലും അപ്പിയർ ചെയ്ത ഫേസ്റ്റ് മലയാളി. അതോടൊപ്പം ഇന്ത്യൻ കോയിനിൽ പോർട്രേ ചെയ്യപ്പെട്ട ആദ്യ മലയാളിയും SNG ആണ്. ഓർത്ത് വയ്ക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നീട് നമ്മൾ ഫേസ്റ്റ് വർക്ക് ഓഫ് SNG എടുക്കുകയാണെങ്കിൽ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫേസ്റ്റ് വർക്ക് ഓഫ് SNG എന്ന് പറയുന്നത് ഗജേന്ദ്ര മോക്ഷം വഞ്ചിപ്പാട്ടാണ്. എന്താണ്? ഗജേന്ദ്ര മോക്ഷം വഞ്ചിപ്പാട്ടാണ് SNGയുടെ ഫേസ്റ്റ് വർക്ക്. ദെൻ അദ്ദേഹത്തിൻ്റെ വർക്ക്സ് നോക്കുകയാണെങ്കിൽ മറ്റുള്ള വർക്ക്സ് ആണ് ജാതി ലക്ഷണം, ജാതി നിർണയം, ജാതി മീമാംസ, ദർശനമാല, ദൈവദശകം എന്നൊക്കെ പറയുന്നത് ഇമ്പോർട്ടൻറ്റ് വർക്ക്സ് ആണ്. അതോടൊപ്പം ഓർത്തിരിക്കേണ്ട മറ്റൊരു പോയിൻ്റാണ്, ശ്രീനാരായണ ഗുരു തൻ്റെ ഒരു വർക്ക് ചട്ടമ്പി സ്വാമികൾക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ആ വർക്കിൻ്റെ പേരാണ് നവമഞ്ചരി. ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്, ഓർത്ത് വയ്ക്കണം. വർക്ക് നവമഞ്ചരി, ഡെഡിക്കേറ്റഡ് ടു ചട്ടമ്പി സ്വാമികൾ. ദെൻ അദ്ദേഹം തിരുവള്ളൂരിൻ്റെ തിരുക്കുറൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വർക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട് മലയാളത്തിലേക്ക്. വർക്ക്സ് ഇമ്പോർട്ടൻ്റ് ആണ്, ഒന്ന് ഓർത്ത് വയ്ക്കുക. പിന്നീട് ശ്രീനാരായണ ഗുരുവും രവീന്ദ്രനാഥ് ടാഗോറും മീറ്റ് ചെയ്തിട്ടുണ്ട്. അത് 1922 അതായത് 1922 ശ്രീനാരായണ ഗുരുവും രവീന്ദ്രനാഥ് ടാഗോറും കണ്ടുമുട്ടുന്നത്. അപ്പം അവിടെ ഉണ്ടായിരുന്ന ട്രാൻസ്ലേറ്റർ എന്ന് പറയുന്നത് കുമാരനാശാനായിരുന്നു. പിന്നീട് SNGയും ഗാന്ധിജിയും കണ്ടുമുട്ടുന്നത് 1925 അവിടുത്തെ ട്രാൻസ്ലേറ്റർ എന്ന് പറയുന്നത് N. കുമാരനായിരുന്നു. ഈ ടാഗോറും ശ്രീനാരായണ ഗുരുവും കണ്ടുമുട്ടുമ്പം ടാഗോറിൻ്റെ കൂടെ CM ആൻഡ്രോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അതുപോലെ ഗാന്ധിജിയും ശ്രീനാരായണ ഗുരുവും കണ്ടുമുട്ടുമ്പം ഗാന്ധിജിയുടെ കൂടെ C. രാജഗോപാലാചാരി ഉണ്ടായിരുന്നു. അതുകൂടെ ഒന്ന് ഓർത്ത് വയ്ക്കുക. ശ്രീനാരായണ ഗുരുവിൻ്റെ ആദ്യ സ്റ്റാച്യു ബിൽഡ് ചെയ്തിട്ടുള്ളത് കണ്ണൂർ ജില്ലയിലെ തലശ്ശേരിയിലാണ്. ദെൻ മൂർക്കോത്ത് കുമാരൻ SNGൻ്റെ ബയോഗ്രഫി എഴുതിയിട്ടുണ്ട്. അതുകൂടെ ഓർത്ത് വയ്ക്കുക. സോ ഇന്ന് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്? ആദ്യം ശ്രീനാരായണ ഗുരുവിൻ്റെ ജീവിത കാലഘട്ടം ഞാൻ പറഞ്ഞു. 1856 മുതൽ 1928 വരെയായിരുന്നു. അദ്ദേഹം തിരുവനന്തപുരം ജില്ലയിലെ ചെമ്പഴന്തിയിലാണ് ജനിച്ചത്. ദെൻ അദ്ദേഹത്തിൻ്റെ ഫാദർ ഓഫ് കേരള റിനൈസൻസ് എന്ന് ആണ്, അങ്ങനെയാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. അദ്ദേഹത്തിൻ്റെ റിയൽ നെയിം നാണു എന്നായിരുന്നു. നാണു ആശാൻ എന്ന പേരിലായിരുന്നു അദ്ദേഹം ആദ്യകാലത്തിൽ അറിയപ്പെട്ടിരുന്നത്. ഓർ ഹിസ് റിയൽ നെയിം വാസ് നാണു. ദ സെക്കൻഡ് ബുദ്ധ എന്നുകൂടി ശ്രീനാരായണ ഗുരുവിനെ ആളുകൾ വിശേഷിപ്പിച്ചിരുന്നു, അല്ലെങ്കിൽ ആളുകൾ അങ്ങനെ വിളിച്ചിരുന്നു. ആ ഒരു വിശേഷണം അല്ലെങ്കിൽ ദ സെക്കൻഡ് ബുദ്ധ എന്ന് പറഞ്ഞ് അദ്ദേഹത്തിനെ മെൻഷൻ ചെയ്തത് G. ശങ്കരക്കുറുപ്പായിരുന്നു. ശ്രീനാരായണ ഗുരുവിൻ്റെ ഹൗസ് നെയിം അല്ലെങ്കിൽ വീടിൻ്റെ പേര് വയൽവാരം വീട് എന്നായിരുന്നു. പിന്നീട് അദ്ദേഹം ആണ് സ്കൂൾ അലോങ് വിത്ത് ടെമ്പിൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആശയം മുന്നോട്ട് വെച്ചത്. പിന്നെ ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ അച്ചടിക്കപ്പെട്ട ആദ്യ മലയാളി ശ്രീനാരായണ ഗുരു ആയിരുന്നു. അതുപോലെ ശ്രീലങ്കൻ പോസ്റ്റൽ സ്റ്റാമ്പിലും അപ്പിയർ ചെയ്ത ആദ്യ മലയാളി ശ്രീനാരായണ ഗുരുവാണ്. അതുപോലെ തന്നെ ഇന്ത്യൻ കോയിനിൽ പോർട്രേ ചെയ്യപ്പെട്ട ആദ്യ മലയാളിയും ശ്രീനാരായണ ഗുരുവായിരുന്നു. അഞ്ചുതെങ്ങ് സ്കൂള് ഈ ഒരു SNGയുമായിട്ട് റിലേറ്റ് ചെയ്ത ഒരു സ്കൂളാണ്. ദെൻ 1887 അദ്ദേഹം അരുവിപ്പുറം ശിവക്ഷേത്രം സ്ഥാപിച്ചു. പിന്നീട് 1888 അവിടെ ശിവപ്രതിഷ്ഠ ചെയ്തു. 1898 വാവൂട്ട് യോഗം അദ്ദേഹം നടത്തി. പിന്നീട് 1903 SNDP അദ്ദേഹം രൂപീകരിച്ചു. അതിന് ഹെഡ് ക്വാർട്ടേഴ്സ് നമുക്കറിയാം കൊല്ലത്തായിരുന്നു. ഫസ്റ്റ് പ്രസിഡൻറ്റ് അല്ലെങ്കിൽ ലൈഫ് ലോങ് ചെയർമാൻ, ഫൗണ്ടർ ഒക്കെ അതിൻ്റെ SNDPൻ്റെ ഫൗണ്ടർ, ഫസ്റ്റ് പ്രസിഡൻറ്റ് അല്ലെങ്കിൽ ലൈഫ് ലോങ് ചെയർമാൻ എന്നൊക്കെ പറയുന്നത് ശ്രീനാരായണ ഗുരു തന്നെയായിരുന്നു. പിന്നെ SNDPയുടെ ഫസ്റ്റ് സെക്രട്ടറി കുമാരനാശൻ ആയിരുന്നു. അതിൻ്റെ ഫസ്റ്റ് വൈസ് പ്രസിഡൻറ്റ് ഡോക്ടർ പൽപ്പു ആയിരുന്നു. പിന്നീട് SNG 1904 ശിവഗിരി മഠ് അല്ലെങ്കിൽ ശിവഗിരി മഠം ഫൗണ്ട് ചെയ്തു.
ദെൻ 1913 ആലുവ അദ്വൈത ആശ്രമം ഫൗണ്ട് ചെയ്തിട്ടുണ്ട്. ദെൻ 1924 ആലുവ സർവമത സമ്മേളനം, ഒരു കോൺഫറൻസ് ആണ്, അത് രൂപീകരിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ നടത്തിയിട്ടുണ്ട്. ദെൻ അദ്ദേഹം 2 ടൈംസിൽ ശ്രീലങ്ക വിസിറ്റ് ചെയ്തിട്ടുണ്ട്, 1918 1926. ദെൻ ഫേസ്റ്റ് വർക്ക് ഓഫ് SNG ഞാൻ പറഞ്ഞു, ഗജേന്ദ്ര മോക്ഷ വഞ്ചിപ്പാട്ട്. ദെൻ അദ്ദേഹത്തിൻ്റെ പല വർക്ക്സും ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട്. ജാതി ലക്ഷണം, ജാതി നിർണയം, ജാതി മീമാംസ, ദർശനമാല, ദൈവ ദശകം. പിന്നീട് അദ്ദേഹത്തിൻ്റെ ഒരു വർക്ക് ചട്ടമ്പി സ്വാമികൾക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ആ വർക്കിൻ്റെ പേര് നവമഞ്ചരി എന്നാണ്. ഓർത്തു വയ്ക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ SNG തിരുവള്ളൂരിൻ്റെ ഒരു വർക്ക് മലയാളത്തിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. ഏത് വർക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തിരുക്കുറൾ പറഞ്ഞിട്ടുള്ളൊരു വർക്കാണ്. അതാണ് അദ്ദേഹം തിരുവള്ളൂരിൻ്റെ വർക്കാണത് മലയാളത്തിലോട്ട് SNG ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ SNG ടാഗോറും വിസിറ്റ് ചെയ്യുന്നത് 1922 അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ട്രാൻസ്ലേറ്റർ എന്ന് പറയുന്നത് കുമാരൻ ആശാനായിരുന്നു. ടാഗോറിൻ്റെ കൂടെ അപ്പം CM ആൻഡ്രോസ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ 1925 SNG ഗാന്ധിജീനെ വിസിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ട്രാൻസ്ലേറ്റർ എന്ന് പറയുന്നത് N കുമാരനായിരുന്നു. അതുപോലെ ഗാന്ധിജിയുടെ കൂടെ ഉണ്ടായിരുന്നത് C രാജഗോപാലാചാരി ആയിരുന്നു. ദെൻ ശ്രീനാരായണ ഗുരുവിൻ്റെ ആദ്യ പ്രതിമ ബിൽഡ് ചെയ്തിട്ടുള്ളത് കണ്ണൂർ ജില്ലയിലെ തലശ്ശേരിയിലാണ്. അതുപോലെ ഫസ്റ്റ് ബയോഗ്രഫി ഓഫ് SNG റിട്ടൺ ബൈ മൂർക്കോത്ത് കുമാരനാണ് SNGയുടെ ബയോഗ്രഫി എഴുതുന്നത്, ഫസ്റ്റ് ബയോഗ്രഫി. സോ ഇത്രയുമാണ് SNGയെ കുറിച്ച് പറയാനുള്ളത്. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ പ്ലീസ് സപ്പോർട്ട് മീ ത്രൂ സബ്സ്ക്രൈബിങ്. ദാറ്റ്സ് ഓൾ. See you with another video. Till then, bye.